ഹിസ്റ്ററി ഓഫ് എംബ്രിയോളജി. ഈ സെഷനിൽ എംബ്രിയോളജിയുടെ ബ്രീഫ് ഹിസ്റ്ററിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്. എംബ്രിയോളജി ഒരു ബയോളജിയുടെ ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അരിസ്റ്റോട്ടിലിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഡേ ജനറേഷനെ അനിമേലിയം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനിൽ പലതരത്തിലുള്ള ആനിമൽസിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അരിസ്റ്റോട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, കോംപ്ലക്സ് ആനിമൽസ് ഡെവലപ്പ് ഫ്രം സിമ്പിൾ ഫോംസ്. ഇനി വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അടുത്തതായിട്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട്. അതായത് ഒരു നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള പർപ്പസീവ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റൽ ഗൈഡിങ് പ്രിൻസിപ്പിൾ ആനിമൽ കിങ്ഡത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സോൾ ലൈക്ക് ഡെവലപ്മെൻ്റൽ ഗൈഡിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ സോളിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന സോളിനെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൽസ് ആണ്. സോളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഫീമെയിൽ പേരൻ്റ് കൊടുക്കുന്നുള്ളൂ. ഫീമെയിൽ പ്രൊവൈഡ് ദ സോയിൽ ആൻഡ് മെയിൽ പ്രൊവൈഡ് ദ സോൾ ഫോർ ഡെവലപ്മെൻറ്റ്. വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. ഇത് ഒട്ടും സയൻറ്റിഫിക് അല്ല. പക്ഷേ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഇങ്ങനൊരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അരിസ്റ്റോട്ടിൽ ആണ്. പിന്നീട് 16ാം സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കിന് വില്യം ഹാർവി ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു, ഓൾ ആനിമൽസ് അറൈസ് ഫ്രം എഗ്സ്. മൈക്രോസ്കോപ്പി ഡെവലപ്പ് ചെയ്തപ്പോൾ സ്പേമും ഓവവും ഡിസ്കവർ ചെയ്യപ്പെട്ടു. പക്ഷേ അന്നത്തെ കാലത്ത് സ്പേമും ഓവവും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ എക്സാക്റ്റ് മെക്കാനിസം എന്താണെന്ന് ഉള്ള കാര്യം ബയോളജിസ്റ്റുകൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറേ ഏർലി തിയറീസാണ്. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്സ് എല്ലാം വളരെ സൂപ്പർഫിഷ്യലായിട്ടും വേഗമായിട്ടും ഉള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ഇനി തിയറി എന്നുള്ള രീതിയിൽ ഏതൊക്കെ എംബ്രിയോളജി എന്ന് പറയുന്ന ഫീൽഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, പ്രീ ഫോർമേഷൻ തിയറി, ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഈ തിയറി കേട്ടിട്ടുണ്ടായിരിക്കാം. മാർസലോ മാൽപിജി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ബയോളജിസ്റ്റ് ആണ് ഈ പർട്ടിക്കുലർ തിയറി പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹിം, ദ മിനിയേച്ചർ ഓർഗാനിസം ഈസ് പ്രസൻറ്റ് ഇൻ ഓവം. ദിസ് മിനിയേച്ചർ ഓർഗാനിസം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ്. ഓവത്തിനകത്ത് എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഒരു അഡൾട്ടിൻ്റെ മിനിയേച്ചർ ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മിനിയേച്ചർ ഫോമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അഡൾട്ടായിട്ട് കൺവേർട്ടഡ് ആകുന്നത്. മാർസലോ മാൽപിജി പറഞ്ഞത് മിനിയേച്ചർ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നത് ഓവത്തിനകത്താണ് എന്നാണ്. ചില സയൻറ്റിസ്റ്റുകൾ പ്രീഫോർമേഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അതിനെ വേറെ രീതിയിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത്, ബയോളജിസ്റ്റുകൾ പറഞ്ഞത് ഈ മിനിയേച്ചർ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നത് സ്പേമിനകത്താണ്, മെയിൽ ഗാമേറ്റിനകത്ത് ആണെന്നുള്ളതാണ്. അപ്പോൾ ഓവത്തിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാരെ ഓവിസ്റ്റ് എന്നും സ്പേമിനകത്ത് മിനിയേച്ചർ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വാദിക്കുന്ന ആൾക്കാരെ ആനിമൽ ക്യൂളിസ്റ്റ് അല്ലെങ്കിൽ സ്പെർമിസ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ ഇത് വളരെ അത്രയ്ക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു തിയറി അല്ല. അതുകൊണ്ട് ഈ തിയറി ഡിസ്കാർഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. മിനിയേച്ചർ ഓർഗാനിസം ഗ്യാമേറ്റിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കറിയാം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ഗ്യാമേറ്റ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത തിയറിയാണ് തിയറി ഓഫ് എപ്പിജെനസിസ്. കാസ്പർ ഫ്രെഡറിച്ച് വൂൾഫ് ആണ് ഈ പർട്ടിക്കുലർ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. The eggs contains granules which during development get arranged to form cellular layers called germ layers. എഗ്ഗിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാനുൾസ് ഉണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഈ ഗ്രാനുൾസ് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് ജേം ലെയേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നു. ജേം ലെയേഴ്സിൽ നിന്നാണ് പലതരത്തിലുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് വൂൾഫിൻ്റെ തിയറിയുടെ അല്ലെങ്കിൽ തിയറി ഓഫ് എപ്പിജെനസിസിൻ്റെ കൺസെപ്റ്റ്. ഇനി അടുത്താണ് റീക്യാപിറ്റുലേഷൻ തിയറി. ഏണസ്റ്റ് ഹേക്കൽ 1866 പ്രൊവൈഡ് ചെയ്ത ഒരു തിയറിയാണ്, പ്രപ്പോസ് ചെയ്ത തിയറിയാണ് റീക്യാപിറ്റുലേഷൻ തിയറി. ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ഡെവലപ്മെൻ്റൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് റീക്യാപിറ്റുലേഷൻ തിയറി പറയുന്നത്. ഓൺടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി.
ഓരോ ഓർഗാനിസത്തിൻ്റെയും ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് അതിൻ്റെ ഫൈലോജനിയിലുള്ള അതിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററിയിലുള്ള ആൻസിസ്ട്രൽ ഫോംസിൻ്റെ അഡൽട്ടിനെ റിസംബിൾ ചെയ്യുന്ന സ്റ്റേജസ് കൊണ്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളതാണ് റീക്യാപിറ്റുലേഷൻ തിയറി പറയുന്നത്. അതായത് മാമൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാമൽസിനകത്ത് റെപ്റ്റൈൽസിൻ്റെയും അതുപോലെ തന്നെ ഫിഷസിൻ്റെയും ആംഫിബിയൻസിൻ്റെയൊക്കെ ആൻസിസ്റ്റേഴ്സിനെ റിസംബിൾ ചെയ്യുന്ന, അതായത് ആൻസിസ്ട്രൽ ഫോംസിനെ റിസംബിൾ ചെയ്യുന്ന സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഇനി അടുത്തതാണ് മൊസൈക് തിയറി. മൊസൈക് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ വിൽഹം റോക്സ്. 1881 പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ് മൊസൈക് തിയറി. എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം ഈ മൊസൈക് തിയറിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് എടുത്തു. ആ എഗ്ഗിനകത്ത് 2 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ആ സ്റ്റേജിൽ ഒരു ബ്ലാസ്റ്റോമിയറിൽ ഒരു ഹോട്ട് നീഡിൽ കൊണ്ട് ഡാമേജ് ഉണ്ടാക്കി. എന്നിട്ട് ഈ പർട്ടിക്കുലർ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒബ്സർവ് ചെയ്തു. ഈ ഹോട്ട് നീഡിൽ കൊണ്ട് ഡാമേജ് ഉണ്ടാക്കിയ ആ പർട്ടിക്കുലർ ഏരിയ ഡെഡ് ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്തു. ബാക്കി ഡാമേജ് ഒന്നും ഇല്ലാത്ത ബ്ലാസ്റ്റോമിയറിൽ നിന്ന് ലിവിങ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്തു. അതായത് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത എംബ്രിയോ എന്ന് പറയുന്നത് ഹാഫ് ഡെഫക്റ്റീവ് ആയിരുന്നു, ഡിസ്ട്രോയിഡ് ഹാഫ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നീഡിലിൻ്റെ പങ്ക്ചർ കൊണ്ട് ഉണ്ടായ ഡാമേജ് മൂലം. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, ബ്ലാസ്റ്റോമിയേഴ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓവറോൾ എംബ്രിയോയുടെ ഫേറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. എവറി പാർട്ട് ഓഫ് ദി എഗ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ടു ഡെവലപ്പ് ഇൻ ടു എ പർട്ടിക്കുലർ ഓർഗൻ. അപ്പോൾ ഓരോ എഗ്ഗിൻ്റെ ഓരോ പാർട്ടും ഓരോ ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ അങ്ങനെ പ്രീ പ്രോഗ്രാംഡ് ആയതുകൊണ്ടാണ് ഒരു ബ്ലാസ്റ്റോമിയറിൽ ഡാമേജ് ഉണ്ടായപ്പോൾ ഹോൾ എംബ്രിയോയ്ക്ക് ഡാമേജ് വന്നത്. ഇതാണ് മൊസൈക് തിയറിയുടെ കണ്ടന്റ്. ഇനി ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് റെഗുലേറ്റീവ് തിയറി. ഹാൻസ് ഡ്രേഷ് എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റാണ് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജിയിൽ റെഗുലേറ്റീവ് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് സീ അർച്ചിൻ ആയിരുന്നു. സീ അർച്ചിനകത്ത് തന്നെ 2 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് ക്ലീവേജ് കഴിഞ്ഞിട്ടുള്ള 2 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ആ സ്റ്റേജ് തന്നെയാണ് ഡ്രേഷും ഫോക്കസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് ഇതിനകത്തുള്ള 2 ബ്ലാസ്റ്റോമിയേഴ്സിനെ സെപ്പറേറ്റ് ആക്കി. സെപ്പറേറ്റ് ആക്കിയപ്പോഴേക്കിന് ഒരു സെപ്പറേറ്റഡ് ആയ ബ്ലാസ്റ്റോമിയർ ഡാമേജ്ഡായി പോയി. പക്ഷേ ബാക്കിയുള്ള അൺഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റോമിയർ ഫർദർ ക്ലീവേജ് നടന്ന് അത് എംബ്രിയോ ആയിട്ട് മാറി അതിൽ നിന്ന് ഒരു നോർമൽ ഓർഗാനിസം സീ അർച്ചിൻ ലാർവ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എഗ് ആർ നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മൊസൈക് തിയറി പറഞ്ഞതുപോലെ എഗ്ഗിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് അല്ല. ദേ ഹാവ് ദ പൊട്ടൻഷ്യാലിറ്റി ടു ഡെവലപ്പ് ഇൻ ടു എനി ഓർഗൻ. ഏതൊരു ഓർഗൻ ആകാനുമുള്ള കഴിവ് ഓരോ പാർട്ടിനും ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞത് ഓരോന്നിൻ്റെയും ഫെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. മൊസൈക് തിയറി പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ റെഗുലേറ്റീവ് തിയറി പറയുന്നത് അങ്ങനെയല്ല, പ്രീ ഡിറ്റർമൈൻഡ് അല്ല. ഓരോന്നിനും ഏത് ഓർഗൻ വേണമെങ്കിലും ആകാം. ഇനി അടുത്താണ് ജേംപ്ലാസം തിയറി. ഓഗസ്റ്റ് വെയ്സ്മാൻ 1904 പ്രപ്പോസ് ചെയ്ത തിയറിയാണ്. ഒരു ഓർഗാനിസത്തിന് 2 കമ്പാർട്ട്മെൻറ്റ്സ് 2 പോർഷൻസ് ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട്. സൊമാറ്റോപ്ലാസവും ജേംപ്ലാസവും. സൊമാറ്റിക് സെൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന പോർഷനാണ് സൊമാറ്റോപ്ലാസം. ജേം സെൽസ് എല്ലാം അല്ലെങ്കിൽ സെക്സ് സെൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതാണ് ജേംപ്ലാസം. അപ്പോൾ സൊമാറ്റോപ്ലാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്റ്റിറ്റ്യൂട്ട് ബോഡി സെൽസ് എക്സെപ്റ്റ് ദ സെൽസ് ഓഫ് ദ ഗൊണാഡ്സ്. ജേംപ്ലാസം ഇൻക്ലൂഡ്സ് sex cells or cells of the gonads only. Any character acquired by the somatic cell is not heritable. അപ്പോൾ സൊമാറ്റിക് സെല്ലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹെറിറ്റബിൾ അല്ല. പക്ഷേ
ജേം സെൽസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. സൊമാറ്റോപ്ലാസം വിൽ പെരിഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം, ബട്ട് ജേംപ്ലാസം വിൽ നോട്ട് പെരിഷ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. ഇറ്റ് വിൽ റിമെയിൻ ഇമ്മോർട്ടൽ. അപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളത് സൊമാറ്റിക് സെൽസിലാണ്. പക്ഷേ സൊമാറ്റിക് സെൽസിൽ കണ്ടിന്യൂറ്റി ഇല്ല, ജേം സെൽസിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ മോർട്ടലായിട്ടുള്ളതാണ് സൊമാറ്റിക് സെൽസ്, ഇമ്മോർട്ടലായിട്ടുള്ളതാണ് ജേം സെൽസ്. ബ്രാഞ്ചസ് ഓഫ് എംബ്രിയോളജി. പലതരത്തിലുള്ള ബ്രാഞ്ചസ് ആണ് എംബ്രിയോളജിക്ക് ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജി, കമ്പാരിറ്റീവ് എംബ്രിയോളജി, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി, കെമിക്കൽ എംബ്രിയോളജി, ദെൻ ടെറാട്ടോളജി. ഓരോന്നും എന്താണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജി. പല ഓർഗാനിസത്തിൻ്റെയും എംബ്രിയോണിക് ഡെവലപ്മെൻ്റൽ സ്റ്റേജസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എംബ്രിയോളജി ഫീൽഡാണ് ഡിസ്ക്രിപ്റ്റീവ് എംബ്രിയോളജി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ എംബ്രിയോണിക് development of animals are carried out. Then comparative embryology. Embryological developments of different animals were compared. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ കമ്പാരിസൺ ആണ് ഇവിടുത്തെ മെയിൻ ഫോക്കസ്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, ഓർഗാനിസംസിൻ്റെ ഇടയിലുള്ള ഡിഫറെൻറ്റ് ടാക്സ തമ്മിലുള്ള ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിനെ പരസ്പരം കമ്പയർ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് ഫൈലോജനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി. എക്സ്പെരിമെൻറ്റ്സ് വെയർ യൂസ് ടു സ്റ്റഡിങ് ദ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ്. അപ്പോൾ ഇവിടെ ന്യൂട്ടിൻ്റെ 2 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ആ സ്റ്റേജിൽ, ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ ഒരു ഹെയർ ലൂപ്പ് എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ ഈ 2 ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഹെയർ ലൂപ്പ് വളരെ ടൈറ്റായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 2 ബ്ലാസ്റ്റോമിയേഴ്സും സെപ്പറേറ്റഡ് ആകുന്നു. ഓരോ ബ്ലാസ്റ്റോമിയറും ഫർദർ ഓരോ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സൈഗോട്ടിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ട് ഐഡൻറ്റിക്കൽ ട്വിൻസ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഇതിൽ ചെയ്യുന്നത് ഈ ഹെയർ ലൂപ്പിൻ്റെ ടൈറ്റ്നസ് അത്രയ്ക്കും സ്ട്രോങ് അല്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാർഷ്യലായിട്ടുള്ള സെപ്പറേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിൻ്റെ ഫലമായി ഇവിടെ കംപ്ലീറ്റ് സെപ്പറേഷൻ ഉണ്ടാകാത്തത് കൊണ്ട് കൺജോയിൻറ്റ് ട്വിൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പ്രൂവ് ചെയ്യുന്നത് ഈ എഗ്ഗിനകത്തുള്ള അല്ലെങ്കിൽ സൈഗോട്ടിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർഷൻസിനെയാണ്. ആ പോർഷൻസിൻ്റെ ഫങ്ഷൻസ് ആണ് ഇതുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. അപ്പോൾ ഓരോരോ റീജിയൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നമുക്ക് എംബ്രിയോളജിയിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജിയുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. എക്സ്പെരിമെൻറ്റ്സ് വെർ യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ദ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ്. ഓരോ ഭാഗത്തും ഓരോ സ്റ്റേജിലും ഏതൊക്കെ പോർഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്താണ് കെമിക്കൽ എംബ്രിയോളജി. വേരിയസ് ബയോകെമിക്കൽ, ബയോഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ടെക്നിക്സ് ആർ എംപ്ലോയിഡ് ടു സ്റ്റഡി ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് അറ്റ് ദ മോളിക്കുലർ ലെവൽ. അപ്പോൾ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിനെ വളരെ സൂക്ഷ്മമായിട്ട് മോളിക്കുലർ ലെവലിൽ മനസ്സിലാക്കണമെങ്കിൽ പലതരത്തിലുള്ള ബയോകെമിക്കൽ, ബയോഫിസിക്കൽ, ഫിസിയോളജിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ അതാണ് കെമിക്കൽ എംബ്രിയോളജിയുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. ദെൻ ടെറാട്ടോളജി. It is the branch of embryology which is concerned with the study of congenital malfunctions. അപ്പോൾ ഇൻബോൺ ആയിട്ടുള്ള ഡെവലപ്മെൻ്റൽ ഡിഫക്ട്സ് ഹ്യൂമൻസിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എംബ്രിയോളജിയുടെ ഫീൽഡാണ് ടെറാട്ടോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിസോർഡർ ആയിട്ടുള്ള സ്പൈന ബൈഫിഡിയ ഓപ്പൺ ഡിഫക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലുള്ള കൺജനിറ്റൽ മാൽഫങ്ഷൻസിനെ മനസ്സിലാക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആയിട്ടുള്ള എംബ്രിയോളജിയുടെ ഫീൽഡാണ് ടെറാട്ടോളജി. ഇനി ഡെവലപ്മെൻ്റൽ ബയോളജി എംബ്രിയോളജിയുടെ ഒരു ഫീൽഡായിട്ട് സബ് ഫീൽഡായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറയാറുണ്ട്. ഡെവലപ്മെൻ്റൽ ബയോളജിയുടെ ഒരു സബ് ഫീൽഡാണ് എംബ്രിയോളജി. ഡെവലപ്മെൻ്റൽ ബയോളജി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആണ്.
ക്ലാസിക്കലായിട്ട് ഒറിജിനേറ്റ് ചെയ്ത ഫീൽഡ് എന്ന് പറയുന്നത് എംബ്രിയോളജിയാണ്. സ്റ്റഡി അബൌട്ട് എംബ്രിയോണിക് പീരീഡ്, എംബ്രിയോസിനെ കുറിച്ച്, ജുവനൈൽ പീരീഡിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഫോക്കസ്. പക്ഷേ ഡെവലപ്മെൻറ്റൽ ബയോളജി വന്നപ്പോഴേക്കിന് അവിടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റും ഉണ്ട്, പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഫീൽഡാണ് ഡെവലപ്മെൻറ്റൽ ബയോളജി. അപ്പോൾ നമുക്ക് മോഡേൺ ടേംസിൽ പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ ബയോളജിയുടെ ഒരു ഫീൽഡാണ് എംബ്രിയോളജി. ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റയർ ഡെവലപ്മെൻറ്റൽ പീരീഡ് ഓഫ് ആൻ ഓർഗാനിസം, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്ട്സ്, ജനറ്റിക് ആസ്പെക്ട്സ്, ബയോകെമിക്കൽ, ഫിസിയോളജിക്കൽ, ദെൻ മോർഫോളജിക്കൽ. ഡെവലപ്മെൻറ്റൽ ബയോളജിയുടെ സ്കോപ്പ്, അഡ്വാൻറ്റേജ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഒന്ന് വളരെ ബ്രീഫായിട്ട് അനലൈസ് ചെയ്യാം. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ്, അതാണ് ഏറ്റവും ഔട്ട്മോസ്റ്റ് ആയിട്ട് ഉള്ള ഇമ്പോർട്ടൻസ്. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് അതർ ബ്രാഞ്ചസ് ഓഫ് ബയോളജി, ബയോളജിയിൽ ഇതൊരു യൂണിഫൈങ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യും. സെൽ ബയോളജി, ജനറ്റിക്സ് എല്ലാത്തിനെയും മനസ്സിലാക്കാൻ ഡെവലപ്മെൻറ്റൽ ബയോളജി ഉപയോഗിക്കാം. ദെൻ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഫൈലോജനി, കമ്പാരറ്റീവ് എംബ്രിയോളജി ഉപയോഗിച്ചിട്ട് ഫൈലോജനി പല ഓർഗാനിസത്തിൻ്റെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. പല ടാക്സ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് എംബ്രിയോളജി, കമ്പാരറ്റീവ് എംബ്രിയോളജി ഉപയോഗിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊക്കെ വലിയ അഡ്വാൻറ്റേജസ് ആണ്. ഇനി അടുത്തത് ഹ്യൂമൻ വെൽഫെയറിലുള്ള ഇമ്പോർട്ടൻ്റ് റോളാണ്. പ്ലേസ് എ കീ റോൾ ഇൻ ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യൻ്റെ, മാനവരാശിയുടെ നന്മയ്ക്ക് പല രീതിയിലുള്ള ഗുണങ്ങൾ എംബ്രിയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് കൺജനിറ്റൽ മാൽഫങ്ഷൻസ്, ഇൻബോൺ ആയിട്ടുള്ള ഡിഫക്ട്സ്, ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ്, അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ ഡയഗ്നോസ് ചെയ്യാനും, ഏതൊക്കെയാണ് അതിൻ്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് എന്നൊക്കെയുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ എംബ്രിയോളജി സഹായിക്കും, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ബയോളജി സഹായിക്കും. ക്യാൻസർ പ്രോപ്പറായിട്ട്, ക്യാൻസറിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ഡെവലപ്മെൻറ്റൽ ബയോളജി സഹായിക്കും. അതുപോലെ തന്നെ ഏജിങ്, സെനിസൻസ്, ഇതുപോലുള്ള പ്രോസസ്സുകളെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ബ്രീഡിങ്ങിനെ വളരെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ ലൈഫ് സൈക്കിളും അല്ലെങ്കിൽ അവരുടെ ബ്രീഡിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇപ്പോൾ അമ്നിയോസെൻറ്റസിസ് പോലെയുള്ള പ്രീനേറ്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ബയോളജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. പ്രീനേറ്റൽ ഡയഗ്നോസിസ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് ഡിഫക്ട്സ് ഉണ്ടോ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതെല്ലാം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതുപോലുള്ള മെത്തേഡ്സ് എംപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ പെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് വെക്ടർ ബോൺ ഡിസീസിനെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മലേറിയ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പാരസൈറ്റിനെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ടാക്കിൾ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേറിയയുടെ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കിയപ്പോഴാണ്. അതിൻ്റെ വെക്ടർ ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് അസുഖം എന്താണ്, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ബയോളജിയുടെ മേജറായിട്ടുള്ള സ്കോപ്പും അഡ്വാൻറ്റേജസും.